ഇത് ഹോം മെയ്ഡ് ഇൻക്യുബേറ്ററാണ്. നമുക്ക് താറാമുട്ട എങ്ങനെ വീട്ടിൽ വിരിയിച്ചെടുക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ വെക്കാൻ എടുത്തിരിക്കുന്നത് 60 മുട്ടയാണ്. അതായത് 15 മുട്ട വലിയ സൈസ്, അതായത് ലാർജ് സൈസ് കാണിക്കാം. നോക്ക്, ഇതാണ് ലാർജ് സൈസ്, കണ്ടോ? ലാർജ് സൈസ് A1 എന്നിട്ട് ഇതാണ് ഏറ്റവും മുഴുത്ത മുട്ട. അത് 15 എണ്ണം ഉണ്ട്. 1, 2, 3, 4 എല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട് ഇവത്തിൽ. അടുത്തത് മീഡിയം സൈസ് മുട്ടയാണ്, കണ്ടോ? മീഡിയം സൈസ് കാണാമല്ലോ അല്ലേ? മീഡിയം സൈസ്, ഇതും 15 എണ്ണം ഉണ്ട്. മീഡിയം സൈസ് ഇതാണ് മീഡിയം സൈസ് എഗ്. ഇത് 15 എണ്ണം ഉണ്ട്. ഇത് നമ്മൾ വയലറ്റ് കളറ് അടിച്ചിരിക്കുകയാണ്. പിന്നെ സ്മോൾ സൈസ്, ഏറ്റവും സ്മോൾ, ഇത് നോക്കി കാണിച്ച് കൊടുത്തേ. സ്മോൾ സൈസ് അതാണ് അതിൻ്റെ, ഇതാണ് സ്മോള്. ഇത് ഒരു 15 എണ്ണം ഉണ്ട് സ്മോൾ സൈസ്. ഇതും 15. ഇത് വേറെ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്യാം. നമുക്ക് നോക്കാം ഇതിനകത്ത് ഏത് കുഞ്ഞുങ്ങളാണ് വലുതെന്നും ഏത് മുട്ടയാണ് ഏറ്റവും ആദ്യം വിരിയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് താറാവിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരേ ടൈപ്പ് തന്നെ അല്ലേ, ഒരേ താറാവ് തന്നെ, കുട്ടനാടൻ താറാവ് തന്നെ. പക്ഷേ പ്രായമായ താറാവിൻ്റെ വലിയ മുട്ട, ലാർജ് സൈസ്. ഇത് പ്രായമായ താറാവിൻ്റെ മുട്ടയാണ് നമ്മൾ ലാർജ്, ദൈവത്തെ എഴുതിയിട്ടുണ്ട് നമ്മൾ ലാർജ്. ഇത് 15 എണ്ണം. ഇടത്തരം താറാവിൻ്റെ വേറെ സ്ഥലത്തു നിന്ന് മേടിച്ചതാണ് ഈ വയലറ്റ്, അതും 15 എണ്ണം. ഏറ്റവും പുതിയ താറാവ്, മുട്ടയിടാൻ തുടങ്ങിയ കുഞ്ഞു താറാവിൻ്റെ മേടിച്ചതാണ്, കന്നിമുട്ടയാണ്, സ്മോൾ സൈസ്. നമുക്ക് നോക്കാം ഇതിനകത്ത് ഏറ്റവും ഹെൽത്തിയും ഏറ്റവും സൈസുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ മുട്ട വിരിയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞാണ് നമ്മൾ കാറ്റഗറി ചെയ്ത്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയ്ക്ക് A എന്നും, രണ്ടാമത്തെ മീഡിയം സൈസിന് B എന്നും, ഏറ്റവും ചെറുതിന് C എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഡേ ആണ്. നമ്മളൊരു കാർഡ്ബോർഡ് എടുത്ത് അതിനകത്ത് ന്യൂസ് പേപ്പർ ഇട്ട് അത് കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് നമ്മൾ ഈ 60 മുട്ട ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. 40 വാട്ട്സിൻ്റെ ബൾബ് ഇട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും, വെള്ളം വെക്കും. എന്നതിന് തന്നെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി. എന്നിട്ട് ഈ താറാമുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം കൊണ്ടാണ് ഇത് വിരിയുന്നത്. കോഴിമുട്ടയാണ് 21 ദിവസവും. അപ്പോൾ 28 ദിവസവും ഈ നല്ലതായിട്ട് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കോഴി കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ ബോക്സിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇപ്പം മുട്ട വളരെ സൂക്ഷിച്ച് വേണം വെക്കാൻ. മുട്ട നന്നായിട്ട് തുടയ്ക്കണം. ഇപ്പം അടവെക്കാൻ എടുക്കുന്ന മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ്ലെസ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ബഡ്ജ് ചെയ്ത് എടുക്കരുത്. പൂവൻ താറാവ് ഉണ്ട, അതായത് 4 പടയ്ക്ക് ഒരു താറാവ് എന്ന രീതിയിൽ പൂവൻ താറാവ് ഉള്ളതാണ് കൊത്തുമുട്ടയായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പൂവൻ കുറവുള്ളതുണ്ട്, മീഡിയം സൈസ്. അത് ആ ഒരു ബാച്ചിലും അധികം പൂവനില്ലായിരുന്നു. ഏറ്റവും ചെറുത് കന്നിത്താറാവിനും പൂവനുണ്ടായിരുന്നു, പക്ഷേ അത്രയില്ലായിരുന്നു. നമുക്ക് നോക്കാം എങ്ങനെ ഇത് വിരിയോ ഇല്ലയോ നോക്കാം. അപ്പോൾ നമുക്ക് 7th ഡേ ആകുമ്പോൾ നമുക്ക് പിന്നെ ക്യാൻഡിൽ ചെയ്ത് നോക്കാം. ക്യാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എംബ്രിയോ ആയോ, നല്ല മുട്ട ഏതാണ്, ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഇപ്പോൾ 40 വാട്ട്സിൻ്റെ ബൾബ് ഇതിങ്ങോട്ട് മാറ്റി സെൻറ്ററിലോട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് അടച്ചു വെക്കും. അതിൻ്റെ മുമ്പ് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഏതാ വെള്ളം വെച്ച് കൊടുക്കാം. ഒരു കപ്പിനകത്ത് വെള്ളം വെച്ച് കൊടുത്ത് ഇത് ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ്. ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലേ ഉള്ളൂ മുട്ട വിരിയുള്ളൂ. അപ്പോൾ 40 വാട്ട്സിന് ബൾബിന് ആനുപാതികമായിട്ട് നമ്മൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് 1 ലിറ്റർ കപ്പിനകത്ത് ഒരു 3/4 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മതി. ഇത് 28 ദിവസത്തേക്ക് ഈ വെള്ളം മതി. വെള്ളം തീരുവാണെങ്കിൽ തീരുന്നതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 28 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇതിന് ഹ്യൂമിഡിറ്റി വേണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്യുബേറ്റർ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാർഡ്ബോർഡ് പേപ്പർ, പിന്നെ ഒരു ഹോൾഡർ, പിന്നെ ഒരു കണക്ഷൻ എടുത്ത് 40 വാട്ട്സിൻ്റെ ബൾബ് ചെയ്ത്, പിന്നെ മുട്ട. ഇത് ഇനി 3 ദിവസം അല്ല, ഒരു നേരം 3 സമയം ഇത് തിരിച്ച് വെക്കണം, റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഈ മുട്ട ഇപ്പം ഇങ്ങനെയല്ല, ഇപ്പോൾ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എഴുത്ത് കണ്ടോ, ഇപ്പോൾ ലാർജ് ഇതെല്ലാം ഇതിങ്ങനെ. ഇനി ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ തിരിച്ച് ഇങ്ങനെ വെക്കണം, ബാക്കിലോട്ടാക്കി, പ്രിൻ്റ് ബാക്കിലോട്ടാക്കി വെക്കണം. ഇങ്ങനെ വെക്കണം, ഇതിങ്ങനെ വെക്കണം. ഒരു 28 ദിവസം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ
ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒരു ദിവസം 3 നേരം മുട്ട റൊട്ടേറ്റ് ചെയ്യണം. നമുക്ക് നോർമലായിട്ട് ഇപ്പം നമ്മൾ വെച്ചതേ ഉള്ളൂ. ഫസ്റ്റ് ദിവസമാണ് ഇങ്ങനെ ലാർജ് പ്രിൻ്റ് വരട്ടെ. ലാർജ് സൈസ് വലിയ താറാമുട്ടയാണ്, ലാർജ് സൈസ്. നമ്മൾ മാറ്റി വെക്കുന്നു, മാറ്റി വെക്കുന്നു. ഇതിങ്ങനെ അടുത്തുണ്ട്, ഇതിങ്ങനെ മാറ്റി വെക്കുന്നു. എല്ലായിടത്തും ഈക്വലായിട്ട് ഇത് ലൈറ്റ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് ഉള്ളതിനെയൊക്കെ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കുക. ഉണ്ടോ, ഫ്രണ്ട് ഔട്ട് കിട്ടണം. എപ്പോഴൊരു ഒത്തിരി താന്ന് നിൽക്കരുത് ബൾബ്. അത് നമുക്കൊരു ചെറിയൊരു പരിപാടി ചെയ്യാം. നൂല് വെച്ചൊന്ന് അധികം അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. നമ്മളിത് ഒരു ചെറിയ തുണി എടുത്ത് അങ്ങ് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഇൻക്യുബേറ്റർ. തുണിയിട്ട് ഇങ്ങനെ കെട്ടി, തുണിയിട്ടിങ്ങനെ എന്നൊക്കെയാണെന്ന് ഫൈനലായിട്ട് ഒന്നുകൂടെ പറയാം. നമ്മളൊരു കപ്പിനകത്ത് വെള്ളം വെച്ച്, വെള്ളം മസ്റ്റായിട്ട് വെക്കണം. ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. 40% ബൾബ്, 60 മുട്ട. വലിയ മുട്ട നമ്മൾ എന്നും, ചെറിയ മുട്ട ബിന്നും, ഏറ്റവും കുഞ്ഞു മുട്ട സിന്നും ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലുത്, ചെറുത്, ഇടത്തരം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതങ്ങ് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ നമ്മളത് റൊട്ടേറ്റ് ചെയ്യാനുണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ എഗ്ഗ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അടച്ചു വെക്കാം. കണ്ടോ, ഒരു ഇങ്ങനെ അടച്ചു വെക്കുന്നു. ഇനി നമ്മളൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. ഇനി നമുക്ക് ഓരോ ദിവസവും ഇതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.